അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1439, സൂറത്തുൽ ഹിജ്ർ 45 മുതൽ 50 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن المتقين في جنات وعيون ادخلوها بسلام آمنين ونزعنا ما في صدورهم من غل إخوانا على سرر متقابلين لا يمسهم فيها نصب وما هم منها بمخرجين نبئ عبادي أني أنا الغفور الرحيم وأن عذابي هو العذاب الأليم. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. إن المتقين, നിശ്ചയം ഭക്തന്മാർ, ഫീ ജന്നാത്തിൻ വഉയൂനിൻ, തോട്ടങ്ങളിലും അരുവികളിലും ആയിരിക്കും. ഉദ്ഖുലൂഹ, അവരോട് പറയപ്പെടും, ഈ തോട്ടങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിച്ചോളൂ. ബിസലാമിൻ, സുരക്ഷിതത്വത്തോടുകൂടെ, ബിസലാമിൻ രക്ഷയോടുകൂടെ, സമാധാനത്തോടുകൂടെ, ആമിനീൻ നിർഭയരായ നിലക്ക്. വനസാന, നാം ഒഴിവാക്കിയിരിക്കുന്നു, മാഫി സുദൂരിഹിം, അവരുടെ ഹൃദയങ്ങളിലുള്ളതിനെ, മിൻ ഗില്ലിൻ, കുശുമ്പ്, അതേപോലെ തന്നെ പരസ്പരമുള്ള വെറുപ്പ്, ആ വെറുപ്പൊക്കെ അവരുടെ ഹൃദയങ്ങളിലുള്ളതിനെ നാം ഊരിയെടുത്തിരിക്കുന്നു. ഇഖ്വാനൻ, അവർ സഹോദരന്മാരായ നിലക്ക്, അലാ സുറുരിൻ മുതഖാബിലീൻ, അലങ്കൃതമായ കട്ടിലുകളിൽ അഭിമുഖമായി ഇരിക്കുന്നവരായിരിക്കും. ലാ യമസ്സുഹും ഫീഹാ നസബുൻ, ആ സ്വർഗങ്ങളിൽ അവർക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും അനുഭവപ്പെടുകയില്ല. വമാഹും മിൻഹാ ബിമുഖറജീൻ, അവരാ സ്വർഗങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെടുന്നവരും അല്ല. നബിയ ഇബാദി, നബിയെ എന്റെ അടിമകളോട് തങ്ങൾ അറിയിക്കുക, അന്നി അനൽ ഗഫൂറുർ റഹീം, നിശ്ചയം ഞാൻ തന്നെയാണ് വല്ലാതെ പൊറുക്കുന്നവനും വലിയ കാരുണ്യം ചെയ്യുന്നവനും എന്ന് പറയുക, അറിയിക്കുക. വഅന്ന അദാബി, നിശ്ചയം എന്റെ ശിക്ഷ ഹുവൽ അദാബുൽ അലീം, അത് വളരെ വേദനാജനകമായ ശിക്ഷയാണ് എന്നും അറിയിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. കഴിഞ്ഞ സൂക്തങ്ങളിൽ സത്യനിഷേധികളായ ആളുകളുടെ വൈന്ന ജഹന്നമ ലമൗഇദുഹും അജ്മഈൻ, അവർക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നത് ജഹന്നം എന്ന നരകമാണെന്നും അതിന് 7 കവാടങ്ങളുണ്ടെന്നും ഒക്കെ വിശദീകരിച്ചല്ലോ. അപ്പോൾ അവരുടെ നേരെ എതിരിൽ നിൽക്കുന്ന വിശ്വാസികളുടെ സൗഭാഗ്യമാണ് ഇവിടെ പറയുന്നത്. ഇന്നൽ മുത്തഖീന, നിശ്ചയം തഖ്വയുള്ളവർ, ഫീ ജന്നാത്തിൻ വഉയൂനിൻ, അവർ തോട്ടങ്ങളിലും അതേപോലെ അരുവികളിലുമായിരിക്കും. തോട്ടങ്ങളിലും അരുവികളിലുമായിരിക്കും എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യന് ഇപ്പോൾ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ വലിയ ആശ്വാസവും സന്തോഷവും നൽകുന്നതാണ് പച്ചപ്പ്. ആ പച്ചപ്പിന് തോട്ടങ്ങൾ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എന്നാൽ ആ തോട്ടങ്ങളിൽ അരുവികൾ ഒഴുകുക എന്ന് പറയണതോ, അതാ തോട്ടത്തിന്റെ വല്ലാത്ത ഭംഗി വർദ്ധിപ്പിക്കുന്ന, എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് അറിയാവുന്ന വിധത്തിൽ സൗകര്യപ്രദവും സന്തോഷദായകവുമായിട്ടുള്ള ഫെസിലിറ്റീസ് സ്വർഗത്തിലുണ്ട് എന്ന് കാണിക്കലാണ് ഇവിടെ ഉദ്ദേശം. ഇവിടെ ഇന്നൽ മുത്തഖീന എന്ന് പറഞ്ഞ, മുത്തഖി എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് ഉദ്ദേശ്യം എന്നത് സംബന്ധമായി ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീർ രേഖപ്പെടുത്തുന്നുണ്ട്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട്. അന്നൽ മുറാദ അല്ലദീന തഖൗ ശിർക ബില്ലാഹി വൽ കുഫർ, ഇവിടെ മുത്തഖി എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശിർക്കിനെയും കുഫറിനെയും സൂക്ഷിച്ച ആള് എന്നാണ്. ജീവിതത്തിൽ ചിലപ്പോൾ ചില തെറ്റുകുറ്റങ്ങളും വിഷയങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും യതനാവലു ജമീഅ അൽ ഖായിലിന ബിലാ ഇലാഹ ഇല്ലല്ലാഹ് ഖൗലൻ വഅ്തിഖാദൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് നാവുകൊണ്ട് പറയുകയും മനസ്സിൽ അത് ശരിക്കും ഉറപ്പിക്കുകയും ചെയ്തിട്ടുള്ള, എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന
ഒരു പദമാണ് മുത്തഖീന എന്ന് പറഞ്ഞത്. അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ സ്ഖലിതങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും, തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും. പക്ഷെ ആ തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തുകൊടുത്ത് അവരെ സ്വർഗ്ഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവേശിപ്പിക്കും. അതായത് തഖ്വ എന്നതിന് വിവിധ അർത്ഥതലങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രൈമറി സ്റ്റേജ്, ഏറ്റവും തുടക്കത്തിലുള്ള സ്റ്റേജാണ് എന്ത്? ശിർക്ക് സൂക്ഷിക്കുക, കുഫർ സൂക്ഷിക്കുക എന്നത്. കുഫർ അവനിൽ നിന്ന് വന്നിട്ടില്ല, ശിർക്കും അവനിൽ നിന്ന് വരാത്ത രൂപത്തിൽ, അതായത് അടിസ്ഥാന വിശ്വാസം ഉണ്ടായിട്ട് മരിച്ചുപോയ ഒരാൾ, ആ ആളുകളൊക്കെ ഈ പറഞ്ഞ കൂട്ടത്തിൽ പെടും എന്ന് പറഞ്ഞാൽ ഈമാനിന്റെ കണികയെങ്കിലും മനസ്സിന്റെ എവിടെയെങ്കിലും ഒരു കോണിലുണ്ടെങ്കിൽ കാലാകാലം നരകത്തിൽ കിടക്കുക എന്ന സംഗതി അവർക്ക് ഉണ്ടാവില്ല എന്നർത്ഥം. ഇവിടെ ഇന്നൽ മുത്തഖീന നിശ്ചയം ദോഷബാധയെ സൂക്ഷിക്കുന്നവർ അല്ലെങ്കിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർ അവർ തോട്ടങ്ങളിലും അരുവികളിലുമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥ ഈമാനോടുകൂടെ മരിച്ചുപോയിട്ടുള്ള മുഴുവൻ ആളുകളും സ്വർഗ്ഗത്തിൽ കടക്കുമെന്നാണ്. പക്ഷെ സ്വർഗ്ഗത്തിൽ കടക്കുമെന്ന് പറഞ്ഞാൽ നേരെ സ്വർഗ്ഗത്തിലേക്ക് പോകുമെന്ന് അർത്ഥം വെക്കേണ്ടതില്ല. മറിച്ച് അവരുടെ ശിക്ഷയുടെ കാലാവധി ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും അനന്തമായി കാലാകാലം എവിടെ കിടക്കൂല? നരകത്തിൽ കിടക്കൂല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ചിലരെന്താവും, നരകത്തിൽ കിടക്കുന്ന ആളുകളുണ്ടാവും, കുറെ ദോഷങ്ങളുണ്ട്, ആ ദോഷങ്ങൾ തൗബ ചെയ്ത് പൊറുപ്പിച്ചിട്ടില്ല, അല്ലാഹു തആല അവന്റെ റഹ്മത്ത് കൊണ്ട് അവർക്ക് പുറത്തു കൊടുക്കാനും തീരുമാനിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ആ ദോഷങ്ങളുടെ തോതനുസരിച്ച് അവർ നരകത്തിലെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും, ഒരു റിമാൻഡ് കാലാവധി തീരുന്നത് വരെ. അത് തീർന്നാൽ അവരെന്താവും? സ്വർഗ്ഗത്തിലെത്തും. സ്വർഗ്ഗത്തിലെത്താൻ പല കാരണങ്ങളുണ്ട് നരകത്തിലുള്ളവർ. ഒന്നാമത്തെ സംഗതി പറഞ്ഞാൽ അടിസ്ഥാന വിശ്വാസം ഉണ്ടാവണം എന്നതാണ്. അതല്ലേ അബൂ താലിബിനോട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കാണാമല്ലോ. അബൂ താലിബിന്റെ മരണാസന്നനായ അവസ്ഥ, മുത്തുനബിക്ക് പ്രബോധന രംഗത്ത് ഏറ്റവും വലിയൊരു വൻമതിൽ കണക്കെ ആ സുരക്ഷിതത്വത്തിന്റെ ഒരു സാമ്രാജ്യം തീർത്തിട്ടുള്ള ഒരു വലിയ സേവനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജീവിതത്തിൽ ഉടനീളം കാഴ്ചവെച്ച, എത്രത്തോളം എന്ന് വെച്ചാൽ വല്ലാഹി ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ ശത്രുക്കൾ പാഞ്ഞടുക്കുന്ന ഒരു ഘട്ടം, നബിതങ്ങളെ പ്രലോഭിപ്പിക്കാനുള്ള പല പദ്ധതികളും ആവിഷ്കരിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നത് നിങ്ങളാണ്, നിങ്ങൾ ഈ നാട്ടിലെ കേമനായ നേതാവാണ്, അതുകൊണ്ട് ഈ കാരണവരായ നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി നിർവഹിക്കണം, മുഹമ്മദ് നബിയെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം എന്ന അബൂ താലിബിന്റെ മുന്നിൽ ശത്രുക്കൾ വന്ന് ആവശ്യമുന്നയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിക്കാമെന്ന് ഏറ്റു അബൂ താലിബ്. അങ്ങനെ മുത്തുനബിയോട് സംസാരിച്ചു. ആ സംസാരിക്കുമ്പോൾ പറഞ്ഞു, മോനെ, നാട്ടുകാരൊന്നും ഇതിനോട് അനുകൂലിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് പറ്റുമെങ്കിൽ ഇതൊന്ന് നിർത്തിവെച്ചൂടെ എന്ന് വളരെ സൗമ്യമായി സ്നേഹത്തോടെ ചോദിച്ചു. അത് ചോദിച്ചപ്പോ അബൂ താലിബിനോട് മുത്തുനബി പറഞ്ഞ മറുപടി, സാധ്യമല്ല, ഇത് പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നതിന് തടസ്സം നിൽക്കുന്നത് ആരായാലും അതിനെതിരെ എനിക്ക് എന്നെക്കുറിച്ച് എന്തൊക്കെ സംവിധാനങ്ങൾ അവർക്ക് ഉണ്ടാക്കി വെച്ചാലും അതൊന്നും കാര്യമാക്കാതെ ഞാൻ പ്രബോധനവുമായി മുന്നോട്ട് പോകും. സൂര്യനെയും ചന്ദ്രനെയും എന്റെ കൈവെള്ളയിൽ വെച്ച് തന്നാലും അല്ലാഹു ആകുന്ന യജമാനന്റെ കൽപ്പനകൾ പാലിച്ചും അവന്റെ നിർദ്ദേശങ്ങൾ നടപ്പാക്കിയും ഈ ഭൂമിയിൽ ഞാൻ ഉള്ള കാലം ജീവിക്കും എന്ന് നിശ്ചയദാർഢ്യതയോടുകൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചപ്പോൾ നബിതങ്ങൾ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എന്ന ബോധ്യം വന്ന അബൂ താലിബ് ആ സമയത്ത് മുത്തുനബിയോട് പ്രതികരിച്ച ചരിത്രത്തിലെ തന്നെ ഏറ്റവും ത്രില്ലടിപ്പിക്കുന്ന ഒരു പ്രയോഗമുണ്ട്, ഒരു ഡയലോഗ്. എന്താ? വല്ലാഹി ലൻ യസിലൂ ഇലൈക ബിജംഇഹിം ഹത്താ ഉവസ്സദ ഫിത്തുറാബി റമീമാ. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള നിലപാടാണ് മോൻ എടുക്കുന്നതെങ്കിൽ വല്ലാഹി പടച്ചവനെ തന്നെ സത്യം, ലൻ യസിലൂ ഇലൈക ബിജംഇഹിം, അവരെല്ലാവരും ഒന്നിച്ച് സ്റ്റഡിയായാലും നിങ്ങളുടെ അടുത്തേക്ക് അവർക്ക് വരാൻ സാധിക്കില്ല, നിങ്ങളുടെ അടുത്തേക്ക് അവർക്ക് എത്തിച്ചേരാനാവില്ല. ഹത്താ ഉവസ്സദ ഫിത്തുറാബി റമീമാ, ഞാൻ മണ്ണിൽ ലയിച്ചു ചേരുന്നത് വരെ എന്ന് പറഞ്ഞാൽ എന്റെ ശരീരത്തിൽ ജീവനുള്ള കാലത്തോളം അവർ നിങ്ങളിലേക്ക് വരുന്നതിൽ നിന്ന് അവരെ പ്രതിരോധിച്ച് നിർത്താൻ എന്നെക്കൊണ്ടാവുന്നത് ഞാൻ ചെയ്തിരിക്കും. അത്രയും കട്ട സപ്പോർട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് പ്രബോധനത്തിന്റെ വിഷയത്തിൽ നൽകിയ ആളാണ് അബൂ താലിബ്. പക്ഷെ എന്നിട്ടും അബൂ താലിബ് നബിതങ്ങളെ കൊണ്ടുള്ള വിശ്വാസം പരസ്യമായി പ്രഖ്യാപിച്ചില്ല. ഉള്ളിൽ വിശ്വാസം ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നില്ലേ എന്ന ചർച്ചകളൊക്കെ പണ്ഡിതന്മാർ നടത്തുന്നുണ്ട്. അത് പോട്ടെ, അത് നമ്മളെ പരിധിയിൽപ്പെട്ടൊരു വിഷയമല്ല. പക്ഷെ ആ അബൂ താലിബ് മരണാസന്നനാകുമ്പോ നബിതങ്ങളുടെ മനസ്സിൽ അബൂ താലിബ് വിശ്വാസത്തിലേക്ക് പരസ്യമായി വന്നില്ല എന്നത്
വല്ലാത്തൊരു നീറ്റലായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഖുറൈശി നേതാക്കന്മാരെല്ലാം പരിസരത്തുള്ളപ്പോൾ തന്നെ അവരുടെ മുന്നിൽ നിന്ന് അബൂ താലിബിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു പ്രയോഗം എന്താ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നൊന്ന് പറയൂ മൂത്താപ്പ. അത് പറഞ്ഞാൽ പിന്നെ ആ വാക്കുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പടച്ചതമ്പുരാന്റെ മുന്നിൽ പടച്ചവനോട് ഞാൻ വാദിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം നിങ്ങൾ അടിസ്ഥാന വിശ്വാസം ഉണ്ടാക്കിയാൽ പിന്നെ എന്തെങ്കിലും കുറ്റങ്ങളുടെ പേരിലോ കുറവുകളുടെ പേരിലോ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടെങ്കിൽ അതെന്റെ ശുപാർശയിലൂടെ ഞാൻ ശരിയാക്കി തരാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓഫർ ചെയ്യാണ്. അപ്പൊ ആലോചിച്ച് നോക്കൂ, അതന്നെയാണ് ഫാത്തിമ ബീവിയോട് മുത്തുനബി പറഞ്ഞത്. എന്ത്? ഫാത്തിമ അൻഖിദി നഫ്സകി മിനന്നാർ, നിന്റെ ശരീരത്തെ നരകത്തുനിന്ന് ഇയ്യ് കാക്കണം എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്നത് ഓരോരുത്തരും സ്വന്തമേ ഉണ്ടാക്കേണ്ടതാണ്. അത് വേറൊരാൾ പറഞ്ഞതുകൊണ്ടാവില്ല. അപ്പൊ ആ വിശ്വാസം നീ ഉണ്ടാക്കിയാൽ പിന്നെ വല്ല കുറവുണ്ടെങ്കിൽ അത് ഞാൻ പിന്നെ ശുപാർശയിലൂടെ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ എന്നർത്ഥം. ഇത് മനസ്സിലാകാതെ മുത്തനബിക്ക് ഒന്നും ചെയ്യാൻ കഴിയൂല എന്ന് ഫാത്തിമ ബീവിയോട് വരെ പറഞ്ഞു എന്ന് ദുർവ്യാഖ്യാനിക്കുന്ന ചില സാധുക്കളുണ്ട് നമ്മുടെ നാടുകൾ. അല്ലാഹു തആല അവർക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ, ഒരു മനുഷ്യൻ, ആ മനുഷ്യന് ഈമാൻ എന്ന് പറയുന്ന അടിസ്ഥാന സംഗതി ഉണ്ടെങ്കിൽ കാലാകാലം നരകത്തിൽ കടക്കുക എന്നതിൽ നിന്ന് അവൻ രക്ഷപ്പെടും. എന്നാൽ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ആ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ ആ തെറ്റുകുറ്റങ്ങളുടെ കാലാവധി തീരുന്നതുവരെ നരകത്തിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് അത് ഗൗരവത്തോടെ തന്നെ കാണേണ്ടതാണ്. അപ്പൊ ഖുലൂദൻ, അതായത് ശാശ്വതമായി നരകത്തിൽ കടക്കുക എന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തഖ്വയാണെന്ത്? അടിസ്ഥാന ഈമാൻ ഉണ്ടാവുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഇവിടെ എന്ത് പറഞ്ഞത്? ഇവിടെ അല്ലദീന തഖൗ ശിർക ബില്ലാഹി വൽ കുഫർ, ശിർക്കിനെയും കുഫറിനെയും അഥവാ ബഹുദൈവത്വത്തെയും സത്യനിഷേധത്തെയും സൂക്ഷിച്ച് അത് ചെയ്യാത്ത ആൾക്കാർ അഥവാ വിശ്വാസത്തിന്റെ അടിസ്ഥാന യോഗ്യത നേടിയവരാണ് ഇവിടെ മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ. അതായത് അവർ അവസാനമായിട്ടെങ്കിലും എന്ത് ചെയ്യും? അവരുടെ ശിക്ഷ കാലാവധി കഴിഞ്ഞാലെങ്കിലും സ്വർഗത്തിൽ അവർ പ്രവേശിക്കും എന്നർത്ഥം. അതാണ് ഇന്നൽ മുത്തഖീന, നിശ്ചയ മുത്തഖീങ്ങൾ അഥവാ ശിർക്ക് ചെയ്യാത്ത, കുഫറിലേക്ക് പോകാത്ത, ഈമാൻ ഉണ്ടായിരുന്ന ആളുകൾ ഫീ ജന്നാത്തിൻ, അവർ തോട്ടങ്ങളിലും ഉയൂനിൻ, അരുവികളിലുമാണ്. അതായത് സ്വർഗലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന എല്ലാ സംവിധാനങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന്. ഉദ്ഖുലുഹ, അവരോട് പറയപ്പെടും നിങ്ങൾ ഈ തോട്ടങ്ങളിൽ ഈ അരുവികളിലൊക്കെ പ്രവേശിച്ചോളൂ, ബിസലാമിൻ, സമാധാനത്തോടുകൂടെ, ആമിനീൻ, നിർഭയരായ നിലക്ക് എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ ഏതെങ്കിലും വിധത്തിലുള്ള അപകടങ്ങൾ വരുമെന്ന് ഇനി പേടിക്കണ്ട. നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള അപകടങ്ങൾ വരുമെന്ന് ഇനി ഭയപ്പെടേണ്ടതില്ല. അതേപോലെ ഇനി എപ്പോഴെങ്കിലും ഇതിൽ നിന്ന് കുടിയിറക്ക് ഭീഷണി നേരിടേണ്ടി വരും എന്ന്, ഇത് ഈ സൗഭാഗ്യം നിന്നുപോകും അല്ലെങ്കിൽ ഇത് അവസാനിച്ചു പോകും എന്ന ഭയവും നിങ്ങൾക്കുണ്ടാവേണ്ടതില്ല. അതാ സലാമിൻ, ഉദ്ഖുലുഹാ ബിസലാമിൻ എന്ന് പറഞ്ഞാൽ ബിസലാമിൻ മിനൽ ആഫാത്തി, അപകടങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു എന്ന ഉറച്ച ഒരു 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 പ്രഖ്യാപനത്തോടുകൂടെ നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ. ആമിനീൻ, നിർഭയരായ നിലക്ക് എന്ന് പറഞ്ഞാൽ ഈ ലംനി മിൻ സവാലിഹ, ഈ സൗഭാഗ്യങ്ങൾ നീങ്ങിപ്പോകുമെന്നോ ഇത് നഷ്ടപ്പെട്ടേക്കുമോ എന്ന ഒരു ഭയം ഇനി ആർക്ക് വേണ്ട? നിങ്ങൾക്ക് വേണ്ട. ആ ഭയമില്ലാതെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചോളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയും. എന്നിട്ട് നോക്കൂ, ബഹുമാനപ്പെട്ട ഖുർആൻ പറയാം, നസഅനാ മാ ഫീ സുദൂരിഹിം, അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് നാം ഊരിയെടുക്കുന്നതാണ് മിൻ ഗില്ലിൻ, ഹൃദയങ്ങളിലുള്ള എല്ലാ വെറുപ്പും വിദ്വേഷവും കുത്തിത്തിരിപ്പും പിന്നെ കുന്നായ്മയും എല്ലാം അതൊക്കെ അതിൽപ്പെട്ടു. മറ്റുള്ളവരോടുള്ള പക, വിദ്വേഷം, വെറുപ്പ്, ആ വെറുപ്പുകളെല്ലാം ഹൃദയങ്ങളിൽ നിന്ന് നമ്മൾ ഊരിയെടുക്കുന്നതാണ് എന്ന് അല്ലാഹു പറയാം. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെത്തിപ്പെട്ടാൽ ഭൂമിയിലുള്ളതുപോലെ പരസ്പരം ഒരു കുശുമ്പ് ആർക്കും ഉണ്ടാവില്ല. ഇപ്പൊ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നല്ല മനുഷ്യന്മാരാണെങ്കിൽ പോലും ഒരാളുടെ ഒരു പ്രവർത്തനം പറ്റാത്തതുണ്ടാവാം, ഒരാളുടെ ഒരു വാക്ക് ഇഷ്ടപ്പെടാത്തതുണ്ടാവാം. അങ്ങനെ ഒരു വാക്ക് എന്നോട് പറഞ്ഞതിന്റെ പേരിൽ, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത വിധത്തിലൊരു നോക്ക് എന്നോടുണ്ടായതിന്റെ പേരിൽ മറ്റവനോട് മനസ്സിന്റെ ഉള്ളിൽ ഒരു ചെറിയ പക, ഒരു ചെറിയ വിദ്വേഷം, ഒരു ചെറിയ വെറുപ്പ് ഒക്കെ നിലനിൽക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, നല്ലവരാണെങ്കിൽ പോലും. എന്നാൽ അത്തരത്തിലുള്ള എല്ലാ വെറുപ്പും ഹൃദയത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു മാറ്റും. അപ്പോൾ സ്വർഗത്തിലാണ് എത്തുന്നതിനോടുകൂടെ, സ്വർഗത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവരുടെ ഹൃദയം പൂർണ്ണമായിട്ട് അല്ലാഹു തആല ക്ലിയർ ആക്കി കൊടുക്കും. അതായത് കുശുമ്പ് അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള വെറുപ്പ്, വിദ്വേഷം
അതൊക്കെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണമായി ലൈഫ് എൻജോയ് ചെയ്യാൻ സാധിക്കില്ല. വെറുപ്പ് നിലനിർത്തി മുന്നോട്ട് പോണ മനുഷ്യന്മാർ എപ്പോഴും അസ്വസ്ഥരായിരിക്കും. അതുകൊണ്ട് മറ്റുള്ളവരോടുള്ള വെറുപ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റുമെന്നാണ് അള്ളാഹു പറയുന്നത്. അതോടൊപ്പം തന്നെ യഹ്വാനൻ, അവർ സഹോദരന്മാരായ നിലക്ക്, അലാ സുറുലിൻ, അലങ്കൃതമായ കട്ടിലുകളുടെ മേൽ, മുത്തഖാബിലീൻ, അഭിമുഖമായിരിക്കുന്നവരാണ്. പരസ്പരം നല്ല സ്നേഹത്തോടെ സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടുകൂടെ സഹോദരങ്ങളായി, കാരണം ഒരേ മാന്യമാപ്പാന്റെ മക്കളെന്നല്ല, മറിച്ച് സൗഹൃദത്തിന്റേതായ ശൈലി, അതാണ് ഇവിടുത്തെ സഹോദരന്മാരെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. അപ്പോ ഈ പരസ്പരം അവർ നല്ല സൗഹൃദത്തോടുകൂടെ, നല്ല നിറഞ്ഞ മനസ്നേഹത്തോടുകൂടെ, മനസ്സിൽ നല്ല നിറഞ്ഞ സ്നേഹത്തോടുകൂടെ. അപ്പൊ ഭൂമിയിലൊക്കെ ആകുമ്പോൾ ചിലപ്പോ പുറത്ത് ചിരിച്ചു കാണിക്കുമ്പോഴും അകത്തെന്തായിരിക്കും, കുടിപ്പക ഇങ്ങനെ പുകയായിരിക്കൂലേ ചിലപ്പോ. എന്നാൽ ഇത് അങ്ങനെയല്ല, ശരിക്കും പുറത്ത് കാണിക്കുന്ന ചിരി മനസ്സിൽ നിന്ന് വരുന്ന ചിരിയാണ്. അങ്ങനെ അലങ്കൃതമായ കട്ടിലുകളിൽ അഭിമുഖമായി ഇരുന്നു കൊണ്ടവർ സംസാരിക്കും. ആ സ്വർഗത്തിൽ ഈ സൗകര്യങ്ങളൊക്കെ അനുഭവിച്ചു കഴിയുമ്പോൾ ലാ യമസ്സുഹും ഫീഹാ നസബുൻ, അവർക്ക് അവിടെ ഏതെങ്കിലും ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയില്ല. രോഗങ്ങൾ, അതേപോലെ തന്നെ ക്ഷീണങ്ങൾ, മറ്റേതെങ്കിലും വിധത്തിലുള്ള വിഷമങ്ങൾ ഒന്നും അവരെ ബാധിക്കുകയില്ല. വമാഹും മിൻഹാ ബിമുഖ്റജീൻ, അവരാ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നവരുമല്ല. അവരാ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നവരുമല്ല എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ പറഞ്ഞു. ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് കാണാം. ഓ പ്രിയപ്പെട്ടവരെ, വയലം നീ മനസ്സിലാക്കണം, അന്നലി സവാബി അർബഅ ശറായിത്ത്, ഒരു പ്രതിഫലം എന്ന് പറയുന്നത് ശരിക്കും അത് പ്രതിഫലമാകണമെങ്കിൽ അതിന് 4 നിബന്ധനകളുണ്ട്. വഹിയ, അതേതാണ്? അൻ തകൂന മനാഫിഅ, ആ പ്രതിഫലം എന്ന് പറയുന്നത് ഉപകാരമുള്ള കാര്യങ്ങളായിരിക്കണം, ഉപദ്രവം വരുത്തുന്നതാവരുത്. മക്റൂനതൻ ബിതഅളീം, അത് ആദരവോട് ചേർന്ന് വരുന്നതാവണം, ആദരവോടെ നൽകപ്പെടുന്നതാവണം, അല്ലാതെ അവഗണനയോട് എറിഞ്ഞു കൊടുക്കപ്പെടുന്നതാവരുത്. ഖാലിസതൻ അനിശ്ശവാഇബി, എല്ലാ കുറവുകളിൽ നിന്നും പോരായ്മകളിൽ നിന്നും രക്ഷപ്പെട്ടതാവണം, ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങളില്ലാത്തതാവണം. ദായിമതൻ, എന്നെന്നും നിലനിൽക്കുന്നതാവണം. ഈ 4 നിബന്ധനകൾ ഒത്തുവരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു പ്രതിഫലമായി ഫീൽ ചെയ്യുള്ളൂ. അപ്പൊ ഈ 4 സംഗതികൾ വേണം. ഒന്നത് ഉപകാരമായിരിക്കണം, ഉപദ്രവത്തിലേക്ക് പോകരുത്. രണ്ടാമത്തത് എന്തായിരിക്കണം? അത് ആദരവോടുകൂടെ നൽകപ്പെടുന്നതായിരിക്കണം, റെസ്പെക്റ്റോടെ നൽകപ്പെടുന്നതാവണം, അവഗണനയോടുകൂടെ എറിഞ്ഞു കൊടുക്കപ്പെടുന്നതാവരുത്. മൂന്നാമത്തത് അതിന്റെ സൗഭാഗ്യം അല്ലെങ്കിൽ അതിന്റെ സുഖം ആസ്വദിക്കുന്നതിന് തടസ്സമാകുന്ന ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അതിലേക്ക് ചേർന്ന് വരാത്തൊരു സാഹചര്യം ഉണ്ടാവണം. നാലാമത്തത് എന്നെന്നും നിലനിൽക്കണം. ഇപ്പോഴാണ് പ്രതിഫലം എന്ന് പറഞ്ഞതിന്റെ ഒരു ശരിയായ അവസ്ഥയ്ക്ക് എത്താൻ പറ്റുക. ഈ 4 കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്ത്? ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ, നിശ്ചയം മുത്തഖീങ്ങൾ അഥവാ അല്ലാഹുവിന്റെ ദോഷബാധയെ സൂക്ഷിക്കുന്ന ശിർക്കിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകള് അവര് തോട്ടങ്ങളിലും അരുവികളിലുമാണ് എന്ന് പറഞ്ഞത്. അപ്പൊ തോട്ടവും അരുവി എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഉപകാരമുള്ള സംഗതിയല്ലേ. അതിനാവശ്യമുള്ള പഴങ്ങൾ പറിക്കാനും മറ്റു സംഗതികൾക്ക് അത് ഉപകാരമുള്ളതാണ്. ഒന്നാമത്തെ നിബന്ധന മനസ്സിലായി. രണ്ടാമത്തത് എന്താണ്? അത് ബഹുമാനത്തോടുകൂടെ നൽകപ്പെടുന്നതാവണമെന്നാണ്. അതാണ് ഉദ്ഖുലൂഹാ ബിസലാമിൻ ആമിനീൻ, അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ സുരക്ഷിതത്വത്തോടുകൂടെയും അതേപോലെ തന്നെ അപകടങ്ങളിൽ നിന്നുള്ള രക്ഷയോടുകൂടെ നിങ്ങൾ പ്രവേശിച്ചോളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ യാതൊരു വിധത്തിലുള്ള പ്രശ്നമല്ല, വലിയ ബഹുമാനത്തോടെയാണ് നിങ്ങൾ ഇതിലേക്ക് ക്ഷണിക്കുന്നത് എന്ന പ്രഖ്യാപനം അതിലടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബഹുമാനത്തോടെ നൽകപ്പെടുന്നതാണ്, അവഗണനയോടെ എറിഞ്ഞു കൊടുക്കുന്നതല്ല എന്ന് മനസ്സിലായി. മൂന്നാമത്തത് എന്താണ്? ആ അനുഗ്രഹങ്ങൾ ബുദ്ധിമുട്ടുകൾ കലരാത്തതായിരിക്കണം. ആ ബുദ്ധിമുട്ടുകൾ കലരാത്തതായിരിക്കുക എന്നതിലേക്ക് സൂചനയാണ് ലാ യമസ്സുഹും ഫീഹാ നസബുൻ, അവർക്കവിടെ എന്തില്ല, ഒരു ബുദ്ധിമുട്ട് അവരെ ബാധിക്കൂല എന്ന് പറഞ്ഞത്. രോഗമാവട്ടെ മറ്റു പ്രതിസന്ധികളാവട്ടെ ഇത് ആസ്വദിക്കാനുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നും അവരെ ബാധിക്കില്ല എന്നത്. നാലാമത്തത് എന്താണ്? അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുമെന്ന പേടിയുണ്ടെങ്കിൽ അത് ആസ്വാദനത്തിന്റെ രംഗത്ത് ചെറിയൊരു വിഷമുണ്ടാക്കും. അതുകൊണ്ട് സ്ഥിരമാണിത് എന്ന് മനസ്സിലാക്കണം. ആ സ്ഥിരമാണിതെന്ന് മനസ്സിലാക്കാനുള്ള സംഗതിയാണ് എന്ത്? വമാഹും മിൻഹാ ബിമുഖ്റജീൻ, അവരെ അതിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതല്ല എന്ന് പറഞ്ഞത്. അപ്പൊ പ്രതിഫലം എന്നത് പൂർണ്ണമായി അവിടെ എന്ത് ചെയ്യുന്നു? ലഭിക്കുന്നു എന്നർത്ഥം. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, നബ്ബി ഇബാദി,
എന്റെ അടിമകൾക്ക് അങ്ങ് വിവരമറിയിക്കുക നബിയ അന്നി അനിൽ ഗഫൂറുർ റഹീം, ഞാൻ തന്നെയാണ് വല്ലാതെ പൊറുക്കുന്നവനും കാരുണ്യം നൽകുന്നവനും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിക്കാൻ പരമാവധി പരിശ്രമിക്കുന്ന മനുഷ്യന്മാർ അവരുടെ ജീവിതത്തിൽ അവരാണല്ലോ അള്ളാഹുവിനെ അടിമപ്പണിയെടുക്കണവരെന്ന് പറഞ്ഞത്. അള്ളാഹു ഞങ്ങളുടെ യജമാനനാണെന്ന് ശരിക്കും വിശ്വസിക്കുന്നവരാണല്ലോ അള്ളാഹിന്റെ അടിമകൾ എന്ന് പറയുന്നത്. അപ്പൊ ആ ആളുകളിൽ നിന്ന് എന്തെങ്കിലും സ്ഖലിതങ്ങളും കുറ്റങ്ങളും ഒക്കെ വരികയാണെങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വിട്ടുപുറത്തു കൊടുക്കാനുള്ള സംവിധാനം അവനുണ്ടാക്കും. കാരുണ്യത്തിന്റേതായിട്ടുള്ള വല്ലാത്തൊരു ശൈലിയാണ് റബ്ബിന്റേത്. എന്നാൽ അള്ളാഹു കരുണ ചെയ്യും എന്ന് പറഞ്ഞ് തെറ്റുകുറ്റങ്ങളെ സൂക്ഷിക്കാത്ത, തോന്നിയതുപോലെ നടക്കാമെന്ന് ചിന്തിക്കുന്ന അത്തരമൊരവസ്ഥയിലേക്ക് കയറി വിടുകയല്ല. അദാബുൽ അലീം, നിശ്ചയം എന്റെ ശിക്ഷ അത് അങ്ങേയറ്റം വേദനാജനകമായ ശിക്ഷ തന്നെയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടുമെന്ന പ്രതീക്ഷയും അള്ളാഹു എന്നെ ശിക്ഷിച്ചേക്കുമോ എന്ന ഭയവും രണ്ടും 50-50 എന്ന അനുപാതത്തിൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടന്നുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. അഥവാ അനുഗ്രഹത്തിലെ പ്രതീക്ഷയും ശിക്ഷയിലെ ഭയവും രണ്ടും സമരസപ്പെടുത്തി സമന്വയിച്ചു കൊണ്ടുപോകുന്ന, അങ്ങനെ അനുഗ്രഹത്തിലെ പ്രതീക്ഷ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രചോദനവും ശിക്ഷയെക്കുറിച്ചുള്ള ഭയം തെറ്റിൽ നിന്ന് മാറി നിൽക്കാനുള്ള മോട്ടിവേഷനും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കും. ആ വിധത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വിശ്വാസികളായ നമുക്ക് കടമയും ബാധ്യതയുമുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നത്. അല്ലാഹു നമ്മൾ ആ വിധത്തിൽ നന്നായി ജീവിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദി വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.